ഞാനങ്ങോട്ട് ഈ പണം ഞാൻ നിനക്ക് അയച്ചു തരട്ടെ രാമു. ദൈവം സഹായിച്ച് കാശിന് നിനക്ക് ബുദ്ധിമുട്ടില്ലെന്നറിയാം. സ്കോളർഷിപ്പൊക്കെ ഉണ്ടല്ലോ. എന്നാലും അച്ഛൻ്റെ ഒരു ആശയാ മോനെ. ഞാൻ മണി ഓർഡർ അയച്ചിട്ട് നീ അത് സ്വീകരിക്കാതിരുന്നാൽ മടങ്ങി വരും. ഇവിടെ എല്ലാവരും അറിയും. അച്ഛൻ ഒരുപാട് പൊങ്ങച്ചങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പൊളിയും. നീ എനിക്കൊരു കത്തയക്കണം. ഒരു പോസ്റ്റ് കാർഡിൽ യെസ് എന്ന് മാത്രം എഴുതിയാൽ മതി. പണം അയക്കുന്നതിൽ നിനക്ക് വിരോധമില്ലെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ഒരൊറ്റ വാക്ക് യെസ്. രാമു, നീ ഒരു വലിയ മനുഷ്യനായിപ്പോയി, വലിയ എഞ്ചിനീയർ. എന്തായാലും അവസാനം നീ വന്നൂലോ. നന്നായി നന്നായി. 500 രൂപയുണ്ട്. ഇന്നത്തെ നിലയ്ക്ക് നിനക്കിതൊക്കെ നിസ്സാര. എന്നാലും അച്ഛൻ്റെ ഒരു സന്തോഷം. രാമു, നീ എന്താ ഈ ചെയ്തത്? എന്തിനാ അങ്ങനെ ചെയ്തത്? ദേ, നിങ്ങൾ കണ്ടോ അവൻ ചെയ്ത പണി? സ്വന്തം അച്ഛനെ 3-4 കൊല്ലം കൂടി കാണുക അവൻ. എൻ്റെ മോനെ രാമു, അച്ഛൻ്റെ കാശ് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാ പോരെ. എന്തിനാ അങ്ങനെ ചെയ്തത്? മോനെ മോനെ രാമു. മോനെ രാമു, ഒരു പോസ്റ്റ് കാർഡിൽ യെസ് എന്ന് മാത്രം എഴുതി അയച്ചാൽ മതി. പണം അയക്കുന്നതിൽ നിനക്ക് വിരോധമില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. പഠനത്തിൻ്റെ തിരക്കിൽ മറന്നു പോകല്ലേ രാമു. ഒരു പോസ്റ്റ് കാർഡിൽ ഒരേ ഒരു വാക്ക് യെസ്. സ്നേഹപൂർവ്വം, അച്ഛൻ. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒരു കോലം. 30 ജൂലൈ 2009. പ്രിയപ്പെട്ട മകൻ രാമുവിന്. ഈ കത്ത് നിന്റെ കയ്യിൽ എത്തിപ്പെടുമെന്ന് എനിക്കുറപ്പില്ല. പണ്ടെങ്ങോ നിനക്കൊരു അവാർഡ് കിട്ടിയ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഓർമ്മയിൽ നിന്ന് എഴുതുന്ന മേൽവിലാസമാണ്. ഒരച്ഛൻ മകനയക്കുന്ന അവസാനത്തെ കത്ത്.
മേൽവിലാസം തെറ്റി മറ്റാരുടെയെങ്കിലും കയ്യിലാണ് ഈ കത്ത് കിട്ടുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഇത് രാമുവിന് കൊടുക്കണം. നിന്റെ കയ്യിൽ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ കീറിക്കളയാതെ മുഴുവനും വായിക്കണേ രാമു. എസ് രാമനാഥൻ, പ്രോജക്ട് എഞ്ചിനീയർ. നമസ്തേ. നടക്ക്. മോനെ രാമു, അച്ഛന് വയസ്സായി. പ്രായാധിക്യം കൊണ്ട് ബാധിക്കുന്ന ഒരുവിധം രോഗങ്ങൾ എല്ലാം ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞു. തിമിരം വന്ന് വലത് കണ്ണിൻ്റെ കാഴ്ച നശിച്ചു. ഇടത് കണ്ണിന് മങ്ങലുണ്ട്. 2 വർഷം മുമ്പ് ഒരു ബ്രെയിൻ സ്ട്രോക്ക് വന്നതോടെ കൈകാലുകളുടെ ശേഷിയും കുറഞ്ഞു. എല്ലാറ്റിനും പരസഹായം വേണം. ദൈവാനുഗ്രഹത്താൽ മറ്റുള്ളവരുടെ സഹായം അർഹിക്കുന്നതിലേറെ എനിക്ക് കിട്ടുന്നുണ്ട്. റോട്ടറി ക്ലബിൻ്റെ സൗജന്യ ചികിത്സാ പദ്ധതി അനുസരിച്ച്